ശാസ്ത്രീയ അഥർവവേദ പഠനം കാണ്ഡം 7 അനുവാകം 7 സൂക്തം 75. നമ്മൾ നോക്കുന്ന ഏതാണ്? അഥർവവേദം. അപ്പോൾ അഥർവവേദം എന്നെല്ലാം പറയുമ്പോഴും നമ്മളെ ഉള്ളിലൊരെന്തല്ലോ ഭയം കയറും. എന്തെല്ലോ ഭീകരമായ സംഗതിയാണ് അതിലേക്ക് കടക്കുന്നതും. കാരണം അത് കൈകാര്യം ചെയ്യുന്നവരും ഭീകരന്മാരെ പോലെയല്ലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത് പറയാൻ എന്താ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ഇതുവരെ അങ്ങനത്തെ ഒരു ഭീകരതയായിട്ട് അത് കണ്ടില്ല. ഇപ്പോൾ ഈ സൂക്തത്തിലൂടെ കാണാൻ പോകുന്നത് സാധാരണ നിസ്സാരമായ പശുക്കളെയെല്ലാം വളർത്തേണ്ട കാര്യങ്ങളെല്ലാം തന്നെയാണ് പറയുന്നത്. സാധാരണ നാട്ടുമ്പുറത്തെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് പറയുന്നത്. വളരെ ലളിതമായിട്ട് എല്ലാവർക്കും ഇതെല്ലാം എന്തിനാണ് വേദത്തെ പറയുന്നതെന്ന് പോലും ശങ്കിച്ചു പോകും. ഇനി അത് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പ്രയാസവും ഇല്ല. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളല്ല എല്ലാവർക്കും അറിയുന്ന കാര്യം. എന്തിനേലും അത് ഇത് പറഞ്ഞെന്ന് പോലും ചിന്തിച്ചു പോകുന്ന തരത്തിൽ അത്രയും ലളിതമായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ വേദത്തിൽ ഇല്ലാത്തതായിട്ടൊന്നുമില്ലല്ലോ. പിന്നെ എല്ലാ കാര്യവും പറയും. അതിൻ്റെ കൂട്ടത്തിൽ കന്നുകാലി വളർത്തലിൻ്റെയും അതിനെങ്ങനെ വളർത്തണം, അതിൻ്റെ പ്രാധാന്യം എല്ലാം പറയും. അത്രയേ ഉള്ളൂ. അല്ലാതെ വേദങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഭൗതിക ലോകത്തിൽ നമ്മളിന്ന് പഠിക്കുന്നതും ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തന്നെയാണ് ഉള്ളത്. പക്ഷേ എല്ലാമുള്ള സ്ഥിതിക്ക് ചില കാര്യങ്ങളൊന്നും നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം മാത്സ് മാത്സ് അത് സാധാരണ ഒരു വിഷയം തന്നെയാണ്. പക്ഷേ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുമോ? എത്രയൊക്കെ ഉൾക്കൊള്ളാൻ പറ്റും? അപ്പം ആ വ്യത്യാസമുണ്ട്. അതിപ്പോൾ സയൻസ് പുസ്തകത്തിനെല്ലാം പ്രാധാന്യമുണ്ട്. എല്ലാം കയറിയിട്ട് എല്ലാവർക്കും ഒന്നും നോക്കാനൊന്നും പറ്റില്ല. ആ നിലയിൽ കാണുകയല്ലാതെ അഥർവവേദമായാലും ഏത് വേദമായാലും ഈ ലോകത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് ഉള്ളത്. മനസ്സിലാക്കാൻ പറ്റുന്നവന് മനസ്സിലാകും. അപ്പോൾ ഇതിനൊന്നും വലിയ വ്യാഖ്യാനമൊന്നും ആവശ്യമില്ല ഈ പറയാൻ പോകുന്നതിന് 75. അതുകൊണ്ട് നമുക്ക് ഈ സൂക്തം 75 എന്താണ് പറയുന്നതെന്ന് നോക്കാം. അപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും തന്നെ ബോധ്യമാകും ഇതിലെല്ലാ സാധാരണ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, സയൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്നുള്ള തത്വം എല്ലാവർക്കും മനസ്സിലാകും. അപ്പം നമുക്കത് ആ ഉദ്ദേശം വെച്ച് തന്നെയാണ് ഇതെല്ലാം എഴുതി പിടിപ്പിച്ചതെന്നും പോലും നമുക്ക് ചിലപ്പം തോന്നിപ്പോകും. ഏതായാലും എന്താണ് പറയുന്നതെന്ന് നോക്കാം. അഥർവവേദം കാണ്ഡം 7 അനുവാകം 7 സൂക്തം 75. ഋഷി ഉപരിഭദ്രവൻ ദേവത അഗ്നിയ ഛന്ദസ് തൃഷ്ടുപ് പങ്ക്തി പ്രജാപതി സൂര്യവേസേ രുഷന്തി ശുദ്ധ അപ സപ്രമാണേ പിബന്തി മാവ സ്തേന ഈശത മാഘശസ പരിവോ രുദ്രസ്യ ഹേതിർവൃണക്തു ഉപമാ ദേവീർദേവേഭിരേത ഇമ ഗോഷ്ടമിദം സദോ ഹൃദേനാസ്മാൻ സ മോക്ഷത. ഭാവാർത്ഥം: അല്ലയോ പശു, നീ ഈ ഭൂമിയിലെ പുല്ലുകൾ, നല്ല പുല്ലുകൾ ഭക്ഷിക്കുകയും ശുദ്ധമായ വെള്ളം കുടിക്കുകയും ചെയ്ത് നല്ല കിടാങ്ങളോടൊത്ത് സസുഖം വസിക്കുക. നിന്നെ കള്ളന്മാർ മോഷ്ടിക്കാതിരിക്കട്ടെ, വ്യാഘ്രങ്ങൾ നിന്നെ കൊല്ലാതിരിക്കട്ടെ, ജ്വരമുണ്ടാക്കുന്ന രുദ്രന്റെ ബാണം നിന്നെ ഏൽക്കാതിരിക്കട്ടെ. സ്വന്തം തൊഴുത്ത് തിരിച്ചറിയുന്ന നിങ്ങൾ പാൽ നൽകി പ്രസന്നമാക്കുന്നു. നിങ്ങൾ കിടാങ്ങളോടൊത്ത് നമ്മുടെ അടുത്ത് വരിക. അതുവഴി നമ്മുടെ ഭവനം പാലിനാലും ഘൃതത്താലും സമ്പന്നമാകട്ടെ. ഇവിടെ പശുവോടാണ് പറയുന്നത്. അല്ലയോ പശു, പശുവോട് പറയുകയാണ്, നീ ഭൂമിയിലെ നല്ല പുല്ലുകൾ ഭക്ഷിക്കുകയും നീ ഭൂമിയിലെ നല്ല പുല്ലെല്ലാം ഭക്ഷിക്കുക. ഇതിലെന്താ ഇത്ര വലിയ കാര്യമുള്ള? നല്ല പുല്ല്, പലതരം പുല്ലുണ്ടല്ലോ. പശുവിന് പാല് കൂടുതൽ കിട്ടുന്ന പുല്ലുണ്ടാവും, പശുവിന് പറ്റാത്ത പുല്ലുണ്ടാവും.
ഉണങ്ങിപ്പോയ പുല്ലിന് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല ചിലപ്പം. അപ്പോൾ ഓരോന്നിനും അതെല്ലാവർക്കും കൃഷിക്കാർക്കെല്ലാം അറിയുന്ന കാര്യമാണ്. പശുവിനെ എങ്ങനത്തെയാണ് കൊടുക്കേണ്ടത്, എങ്ങനത്തെ കൊടുത്താലാണ് നല്ല പാല് കിട്ടുക. അതുകൊണ്ടെന്ത് പറയാണ്, ഈ ഭൂമിയിലെ നല്ല പുല്ലുകൾ ഭക്ഷിക്കുകയും ശുദ്ധമായ വെള്ളം കുടിക്കുകയും ചെയ്ത്, നീ നല്ല പുല്ലെല്ലാം തിന്ന് ശുദ്ധമായ വെള്ളമേ കുടിക്കാൻ പോളൂ. നമ്മളിപ്പം കുട്ടികൾ സ്കൂളിലെല്ലാം പറഞ്ഞു വിടുമ്പോൾ മക്കളെ അവിടുന്ന് ഇവിടുന്നൊന്നും വെള്ളം കുടിച്ചേക്കരുത് കേട്ടോ, നല്ല വെള്ളമല്ലേ കുടിക്കാൻ പോലും എന്നല്ല കുടിക്കരുത് എന്നെല്ലാം പറയില്ല. അതുവരെയുടെ പശുവോടും പറയുകയാണ്. കാരണം അന്നത്തെ ഋഷികൾ പശുക്കളുടെ കാര്യത്തിലും എല്ലാം അത്രയും താല്പര്യമുള്ളവരാണ്. അതുകൊണ്ട് നല്ല പുല്ല് ഭക്ഷിക്കുകയും ശുദ്ധമായ വെള്ളം കുടിക്കുകയും ചെയ്ത് നല്ല കിടാങ്ങളോടൊത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ പ്രസവിക്കുന്ന കുട്ടികളെല്ലാം എന്തായിരിക്കും, നല്ല കിടാങ്ങളെ ആരോഗ്യമുള്ളതായിരിക്കും. അപ്പോൾ നല്ല പുല്ലെല്ലാം തിന്ന് നല്ല വെള്ളമെല്ലാം കുടിച്ചു കഴിഞ്ഞാൽ കിടാങ്ങൾക്ക് നല്ല ആരോഗ്യമെല്ലാം ഉണ്ടാവും. സസുഖം വസിക്കുക, അങ്ങനെ നീ എന്ത് വേണം, നല്ല സുഖമായിട്ട് വസിക്കണം. നല്ല പുല്ല് തിന്ന് നല്ല വെള്ളമെല്ലാം കുടിച്ച് കിടാങ്ങളെല്ലാം ആയിട്ട് നല്ല സസുഖം വസിക്കുക. എന്താ ഈ ഋഗ്വേദത്തിൽ നമുക്ക്, അല്ല ഈ അഥർവവേദത്തിലാ, മറ്റുള്ള വേദങ്ങളെല്ലാം പിന്നെയും പോട്ടെ. അഥർവവേദം എന്നെല്ലാം പറയുമ്പോൾ നമ്മളെ മനസ്സിലൊരു ധാരണയുണ്ടല്ലോ, ഇതെന്താ പറഞ്ഞിരിക്കുന്നത്. ഇനി നിന്നെ കള്ളന്മാർ മോഷ്ടിക്കാതിരിക്കട്ടെ. അന്നത്തെ കാലത്തെല്ലാം കള്ളന്മാർ, ഇന്നും പശുക്കളെ മോഷ്ടിക്കുന്ന ആൾക്കാരെല്ലാം ഉണ്ടാവും. നിന്നെ കള്ളന്മാർ മോഷ്ടിക്കാതിരിക്കട്ടെ. അതുകൊണ്ട് എന്ത് വേണം, കള്ളന്മാർ മോഷ്ടിക്കാത്ത തരത്തിലല്ല ഇതിനെ സംരക്ഷിക്കണം. ഇലയും കൊണ്ടുപോയി അറുത്ത് നിന്ന് കളയും ചിലപ്പോൾ. വ്യാഘ്രങ്ങൾ നിങ്ങളെ കൊല്ലാതിരിക്കട്ടെ. ചിലപ്പോൾ വ്യാഘ്രങ്ങളെല്ലാം വരും. അടുത്ത് കാടെല്ലാം ഉണ്ടെങ്കിൽ വ്യാഘ്രങ്ങളെല്ലാം വന്നിട്ട് നിന്നെ കൊല്ലാതിരിക്കട്ടെ. അതായത് അതിന് എല്ലാ പ്രൊട്ടക്ഷനും സുരക്ഷിതത്വം എല്ലാം കൊടുക്കണമെന്ന് സാരം. പിന്നെയോ, ജ്വരമുണ്ടാക്കുന്ന രുദ്രന്റെ ബാണം നിന്നിൽ ഏൽക്കാതിരിക്കട്ടെ. രോഗമുണ്ടാക്കുന്ന രുദ്രന്റെ ബാണം, രുദ്രൻ എന്ന് പറഞ്ഞാൽ ആറ്റങ്ങളാണ്, രാസവസ്തുക്കളാണ്. അങ്ങനെയുള്ള രാസവസ്തുക്കളൊന്നും നിന്റെ ശരീരത്തിൽ ഏശാതിരിക്കട്ടെ. നിന്റെ ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. രോഗാണുക്കൾ കയറിയാൽ ശരീരത്തിൽ വിഷം ഉണ്ടാക്കും. അതിലൂടെ പലതരം അസുഖങ്ങളെല്ലാം ഉണ്ടാകും. അതൊന്നും നിനക്ക് ഉണ്ടാകാതിരിക്കട്ടെ. അപ്പോൾ നല്ല ഭക്ഷണം കഴിക്കുക, നല്ല വെള്ളം കുടിക്കുക, നല്ല സന്താന കുട്ടികളെല്ലാം ആയിട്ടിരിക്കുക. പിന്നെയോ, കള്ളന്മാരൊന്നും മോഷ്ടിക്കൊണ്ടുവരരുത്. മൃഗങ്ങളിൽ നിന്ന് സംരക്ഷണം വേണം. വല്ല രാസവസ്തുക്കളിൽ നിന്നോ രോഗാണുക്കളിൽ നിന്നോ ഒന്നും നിനക്ക് രോഗങ്ങളൊന്നും പിടിപെടരുത്. ജ്വരമുണ്ടാക്കുന്ന രുദ്രന്റെ മാണം നിന്നിൽ ഏൽക്കാതിരിക്കട്ടെ. സ്വന്തം തൊഴുത്ത് തിരിച്ചറിയുന്ന നിങ്ങൾ പാൽ നൽകി നമ്മളെ പ്രസന്നമാക്കുക. സ്വന്തം തൊഴുത്ത് തിരിച്ചറിയുന്ന നിങ്ങൾ, പശുക്കൾക്ക് എന്ത് പ്രത്യേകതയുണ്ട്, അതിൻ്റെ തൊഴുത്ത് അതിന് തിരിച്ചറിയാം. സന്ധ്യയാകുമ്പോൾ അതെല്ലാം അതിൻ്റെ തൊഴുത്തിലേക്ക് തന്നെ, അല്ല അടുത്ത വീട്ടിലെ തൊഴുത്തിലൊന്നും കയറി പോകുന്നില്ല. അതിന് നല്ല ബോധ്യമുണ്ട്. ആ കാര്യത്തിലെല്ലാം എൻ്റെ തൊഴുത്തേതാണ് എന്നുള്ള നല്ല ബോധ്യം അതിനുണ്ട്. അതുകൊണ്ട് അതെല്ലാം തിരിച്ചറിയുന്ന നീ ഞങ്ങൾക്ക് പാല് നൽകി നമ്മെ പ്രസന്നരാക്കുക. അതിന് എന്തിനാണ് പോറ്റുന്നത് നമ്മൾ? നമുക്ക് പാല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം പാല് കിട്ടുമ്പോൾ നമ്മൾ എന്താവും? പ്രസന്നമായിട്ട് തീരും. അപ്പം നിങ്ങൾ പാൽ നൽകി നമ്മെ പ്രസന്നമാക്കുക. നിങ്ങൾ കിടാങ്ങളോടൊത്ത് നമ്മുടെ അടുക്കൽ വരിക. അപ്പം പുറത്ത് മേയാനെല്ലാം പോയാൽ കിടാങ്ങളോടൊത്ത് വേണം. അതിനൊന്നും അവിടെ കളഞ്ഞിട്ട് വന്നേക്കരുത്. എവിടെ തന്നെ വരണം? നമ്മളെ തൊഴുത്ത് തന്നെ, നമ്മളെ അടുത്തേക്ക് തന്നെ വരണം. വേറെ അടുത്തേക്കെങ്കിലും കയറിപ്പോയില്ല. അതൊന്നും ഒരിക്കലും പോകാൻ പോകുന്നില്ല. അതിൻ്റെ വീടും അതിൻ്റെ ആൾക്കാരെല്ലാം നല്ലവണ്ണം അറിയാം. അതുവഴി നമ്മുടെ ഭവനം, നമ്മുടെ വീട് പാലിനാലും ഘൃതത്തിനാലും സമ്പന്നമാകട്ടെ. അതുകൊണ്ട് നമുക്കെന്താ ഗുണം? നമ്മളെ വീട്ടിലെപ്പോഴും പാലുണ്ടാവും, ഘൃതത്താലും എല്ലാം. പാല്, വെണ്ണ, തൈര് എല്ലാം ആയിട്ട് നല്ല സമ്പന്നമായിട്ട് തീരട്ടെ.
ഇതാണ് ഈ മന്ത്രത്തിലൂടെ പറയുന്നത്. എന്താണ് ഇതിൽ ഭീകരമായ അഥർവവേദത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സാധാരണ നാട്ടിൻപുറത്തെ കാര്യങ്ങൾ. ഇന്ന് പിന്നെ പശുവിനും പട്ടണത്തിലൊന്നും അധികം കാണില്ലല്ലോ. നാട്ടിൻപുറങ്ങളിലെ ഒരവസ്ഥ വിവരിച്ചിരിക്കുകയാണ്. അവിടെ മൃഗങ്ങളെ സംരക്ഷണം, അതിനെ സംരക്ഷിക്കേണ്ട വിധം, അതിന് നല്ലോണം തിന്നാനും കൊടുക്കണം, വെള്ളം കൊടുക്കണം, ഇതിൻ്റെയെല്ലാം പ്രാധാന്യമൊന്നും എടുത്തു പറഞ്ഞിട്ട് പോകുന്നതേ ഉള്ളൂ. കാരണം വേദത്തിൽ ഇല്ലാതായിട്ടൊന്നുമില്ലല്ലോ. അപ്പം കൃഷിയും ടെക്നോളജിയിൽ വരുന്നതല്ലേ. എൻജിനീയറിങ് ടെക്നോളജി വരും, മെഡിസിൻ ടെക്നോളജിയിൽ വരും, അതുപോലെ തന്നെ കൃഷി ടെക്നോളജിയിൽ വരും, അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയെല്ലാം ഇല്ല. പിന്നെ കന്നുകാലി സംരക്ഷണം, അത് ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് ടെക്നോളജിയിൽ വരുന്നതാണ്. ആ കൂട്ടത്തിൽ ഇവിടെയും കന്നുകാലികളെ സംരക്ഷണത്തെ പറ്റി എല്ലാം കാര്യങ്ങളെല്ലാം വളരെ വിസ്തരിച്ച് പറഞ്ഞതായിട്ട് കണ്ടാൽ മതി. അല്ലാതെ എല്ലാ വിഷയങ്ങളും ഇതിൻ്റെ അകത്ത് വരും. അത് ഇവിടെ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, വേദം എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന തരത്തിലുള്ള ആരെല്ലോ പറഞ്ഞ് ധരിപ്പിച്ചു വെച്ചിട്ടുള്ള എന്തെല്ലോ ഒന്നുമല്ല. പിന്നെ ധരിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വേദത്തിൻ്റെ അതിൻ്റെ സത്ത എന്ന് പറഞ്ഞാൽ ഭാഗവതത്തിൽ അതൊന്നും കീഴോട്ട് സത്തയെടുത്തിട്ട് ഭഗവത്ഗീതയിലാണ് അതിൻ്റെ സാരാംശം ഇങ്ങനെ കുറുക്കി വെച്ചിരിക്കുന്നത്. ഇതെല്ലാണ് ഭഗവത്ഗീതയിൽ കുറിച്ച് വെച്ചിരിക്കുന്നതെന്നെല്ലാണ് ധരിപ്പിച്ചു വെച്ചിരിക്കുന്നത്. കൂടാതെ അഥർവവേദത്തിലൊന്നും അങ്ങ് കയറിക്കൂടാ. അതെല്ലാം നല്ല ഭീകരം എന്തെല്ലോ ആണ്. അങ്ങനെയുള്ള മിഥ്യാധാരണകളെല്ലാം മാറ്റാൻ സഹായിക്കും ഇത്തരം മന്ത്രങ്ങൾ.